ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ഒന്ന് പരശുരാമ ക്ഷേത്രം വരെ പോയി കേട്ടോ. നമ്മളെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഒരു പരശുരാമ ക്ഷേത്രമുള്ളത്. നമ്മളുടെ ആത്മാക്കളെല്ലാം അവിടെയാണ് കുടികൊള്ളുന്നത്. അങ്ങനെ എൻ്റെ ബന്ധുമിത്രാദികളെ കാണാനും അവർക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനും വേണ്ടി ഞങ്ങൾ ഫാമിലിയായി രാവിലെ ഒന്ന് പരശുരാമൻ ക്ഷേത്രത്തിൽ പോയി. അവിടെ എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവും ഒക്കെ അവിടെയാണല്ലോ ഉള്ളത്. അവരുടെ സാമീപ്യം അവിടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളവിടെ പോയി അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വന്നു. അതാണല്ലോ നമ്മളുടെ വിശ്വാസമില്ലേ. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ മുകളിൽ അങ്ങ് കൊത്ത് കയറ്റം കയറി പോകണം. അവിടെ പോയി അയ്യപ്പനെയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്നതാണ് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ. പിന്നെ ക്ഷേത്രത്തിനകത്തൊന്നും ഇതാണ് അകത്തോട്ടുള്ള വഴിയാണ്. മുകളിൽ നിന്ന് ഇറങ്ങി വരണ ഒരു ചെറിയ വഴിയാണ്, അല്ലാതെ വലിയ ക്ഷേത്രമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ബലിയൊന്നും ഇടുന്ന വീഡിയോ ഒന്നും എടുക്കുന്നത് ശരിയല്ല. അവരവിടെ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് താനും. ഞാനെടുക്കില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാലും ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോ ഒന്നും എടുക്കില്ല. അങ്ങനെ രാവിലെ പരശുരാമ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെയൊക്കെ കണ്ട് അവിടെ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. എന്നാലും ആ ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസമാണ്. നമ്മളുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ബന്ധുക്കളും നമ്മളെ ഉറ്റവരും ഉടയവരും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളവിടെ പോയി. അങ്ങനെ തന്നെയാണ് നമുക്കവിടെ പോകുമ്പോൾ മനസ്സിലാവും നമ്മൾ ആരെയൊക്കെ കാണാനാണോ, ഞങ്ങളുടെ ആരൊക്കെയാണോ അവിടെ ഉള്ളത് അവരുടേതായ ഒരു കുളിരും ഒക്കെ നമ്മളത് ശരീരത്തിലൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളുടെ ദുഃഖങ്ങളാണ്, നമ്മളുടെ കഷ്ടങ്ങളാണ് അല്ലേ, നമ്മളുടെ ദുരിതങ്ങളാണ്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിലുള്ള ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരു വേദനയാണില്ലേ. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അവിടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആത്മാവും അവിടെ ഉണ്ട്. എത്രയൊക്കെ അകലങ്ങളിലാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിന്ന് ഒന്നായിരുന്നു. അതുമാത്രമായിരുന്നു എൻ്റെ ഏക ആശ്വാസം. ഒരിക്കലും വേർപിരിഞ്ഞ് പോയിട്ടില്ലായിരുന്നു എന്ന് ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സമയങ്ങൾ അല്ലേ മാറി മറിഞ്ഞുമൊക്കെ നിന്ന് പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആളിന് എന്താവശ്യം വന്നാലും ഞാൻ ഓടിപ്പോയി. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കർമ്മഫലം പോലെ കുറച്ചൊക്കെ അനുഭവിച്ചു. അതിൽ ഇനി നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അത് അച്ഛനെയും ഭർത്താവിനെയൊക്കെ ഒന്നറിയാൻ കാണാനും അവരുടെ സാമീപ്യം ഒന്നറിയാനും വേണ്ടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി അവർക്ക് വേണ്ടി കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു കേട്ടോ. കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. കാരണം ബലിയിടാൻ രാവിലെ ഞങ്ങൾ 5:45 അവിടെ എത്തി. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ 3:45 നട തുറക്കും. 3:45 മുതൽ ഒരു 10:30 മണി വരെ ജനപ്രവാഹമാണ്. ക്ഷേത്രത്തിനകത്ത് ബലിപ്പുരയ്ക്കകത്ത് ജനപ്രവാഹമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാപ്പി കുടിക്കാമെന്ന് കരുതി അങ്ങനെ ദോശയ്ക്ക് ഇലയൊക്കെ കൊണ്ടിട്ടു. നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ദോശയും ചമ്മന്തിയും ചായയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമുക്കിന്ന് മീനും മാംസാദികളൊന്നും കഴിച്ചുകൂടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇല മാത്രമേ കിട്ടിയുള്ളൂ. ഇലയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ദോശയും ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ വീട്ടിൽ വന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ കഴിച്ചു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സദ്യയൊക്കെ നമ്മൾ രാവിലെ തന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ നമ്മൾ 5 മണിയായപ്പോൾ ഇറങ്ങി. നമ്മളവിടെ 5:45 6 മണിയൊക്കെ ആവണതിന് മുമ്പ് ഇവിടെ എത്തി. 4:45 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 5 മണിയായപ്പം ഞങ്ങളവിടെ എത്തി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് വളഞ്ഞ് തിരിഞ്ഞുള്ള റോഡാണ്. അങ്ങനെ പോകണം. പിന്നെ ഒക്കെ കഴിഞ്ഞത് കാപ്പി കുടിക്കുന്നതാണേ. മുട്ടക്കറി കടലക്കറി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒന്നും വേണ്ട, വെറും ചമ്മന്തിയും ചായയും തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിരിക്കുക, സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുക. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അല്ലേ. നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളും കഷ്ടങ്ങളും നമ്മളിലൂടെ തന്നെ അവസാനിപ്പിക്കുക. നമുക്കുണ്ടായ ദുഃഖങ്ങൾ മറന്നിട്ട് നമ്മൾ ഇനി ഉണ്ടാവുന്ന സന്തോഷങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോവുക അല്ലേ. ആര് പറഞ്ഞാലും നമ്മളെ മനസ്സിൽ നിന്ന് മാറാത്ത കുറച്ച് ജന്മങ്ങളുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.